എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ചേർക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വാനില സ്വിസ് റോളിൻ്റെ റെസിപ്പി നോക്കാം. നമ്മൾ ഇന്ന് ഈ വാനില കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ സ്ട്രോബെറി വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ 2 ചട്ടികളിൽ സ്ട്രോബെറി നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമ്മളിതിന് മുൻപൊരു ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒക്കെ ചേർത്ത് അവനില്ലാതെ ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാട്ടിലും സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് ഇത്. അപ്പോൾ അധികം താമസിയാതെ ഈ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് 4 മുട്ടയുടെ വെള്ള വേണം. ഇതിലേക്ക് 1 നുള്ള് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ബീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വിസ്ക് അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇലക്ട്രിക് ബീറ്റർ എടുക്കാം. വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്താൽ 8 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് സ്റ്റിഫ് പിക്സ് ആയിട്ട് കിട്ടും. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഇതിന് മുൻപ് ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. 3 തവണകളായിട്ട് പഞ്ചസാര ചേർത്തിട്ട് നല്ല സ്റ്റിഫ് ആവുന്നവരെ ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. മുട്ട നമ്മൾ എടുത്തിരിക്കുന്നത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്, ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്തതല്ല. നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ല സ്റ്റിഫായിട്ടുള്ള പീക്സ് ആകുന്നവരെ ബീറ്റ് ചെയ്യണം. ഇനി നമ്മൾ മുട്ടയുടെ മഞ്ഞ എടുത്തിട്ടുണ്ട്, 4 മഞ്ഞയാണ്. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർക്കാം. നമ്മൾ 1/2 കപ്പ് പഞ്ചസാര മുട്ടയുടെ വെള്ളം ചേർത്തു, 1/4 കപ്പ് ഇതിൽ ചേർത്തു. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ചിലർ കംപ്ലയിൻറ്റ് പറയാറുണ്ട് നിങ്ങൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ മുട്ടയുടെ ചുവ മുന്നിട്ട് നിൽക്കുന്നു എന്ന്. അപ്പം അതിനുള്ള ഒരു പരിഹാരമാണ് നമ്മൾ എഗ്ഗിൻ്റെ യോക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അതിൻ്റെ മഞ്ഞ കളർ മാറി ഒരു പെയിൽ യെല്ലോ കളറാവുന്നവരെ ബീറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ മുട്ടയുടെ ചുവ ഒട്ടും തന്നെ കാണില്ല. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാല് ചേർക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. അതോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലും ചേർക്കാം. റിഫൈൻഡ് ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ ഒരിക്കലോ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മഞ്ഞ കളറായിട്ട് ഇരുന്ന മുട്ടയുടെ മിക്സ് ഒരു പെയിൽ യെല്ലോ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ളയിലേക്ക് ഒഴിക്കാം. ആദ്യം മുട്ടയുടെ വെള്ളം തന്നെ ബീറ്റ് ചെയ്യുക. കാരണം നമ്മൾ ബീറ്റ് ചെയ്യുന്ന ബ്ലേഡ് എപ്പോഴും ക്ലീൻ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് സ്റ്റിഫ് പീക്സ് ഒക്കെ വരത്തുള്ളൂ. മുട്ടയുടെ മഞ്ഞ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഫോൾഡ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട, ഒരുപാട് ഇളക്കി അതിൻ്റെ ഫ്ലഫിനെസ് കളയരുത്. കാരണം നമ്മളിതിൽ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാത്ത കേക്കാണ്. അപ്പോൾ ഈ ഫ്ലഫിനെസ് കൊണ്ടാണ് കേക്ക് സോഫ്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. നമ്മളിതിന് മുൻപ് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡയും ചേർക്കാത്ത ചോക്ലേറ്റ് കേക്കും അതുപോലെ തന്നെ വാനില കേക്കും ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. പൊടി എന്ന് പറയുന്നത് നമ്മളിവിടെ 3/4 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ഞാൻ പകുതി മൈദയും പകുതി കോൺഫ്ലോറുമാണ് ചേർത്തിരിക്കുന്നത്. 45 ഗ്രാം മൈദയും 45 ഗ്രാം കോൺഫ്ലോറും, അങ്ങനെ മൊത്തത്തിൽ 90 ഗ്രാമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അത് ഏകദേശം ഒരു 3/4 കപ്പ് വരും. നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലോർ ഇല്ലാന്നുണ്ടെങ്കിൽ മൈദ 3/4 കപ്പ് ചേർത്താലും മതി. ഇതിൻ്റെ എല്ലാം അളവ് ഞാൻ കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. പൊടി കട്ടകളൊന്നും ഇല്ലാതെ വളരെ സോഫ്റ്റായിട്ട് തന്നെ ഇത് ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി നിങ്ങൾക്കിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ഫ്ലഫിനെസ് പോകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ 3/4 കപ്പ് മൈദയിലേക്ക് നിങ്ങൾക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർക്കാവുന്നതാണ്. പക്ഷേ ഇതുപോലെ തന്നെ മിക്സ് ആക്കുമ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ മിക്സാക്കി എടുക്കാൻ പറ്റുന്നവർ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു കേക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ ഇതുപോലെ വലിയൊരു കേക്ക് ട്രേ ആണ് എടുത്തിരിക്കുന്നത്. ഇതേ റെസിപ്പി നിങ്ങൾക്ക് പാനിലും ചെയ്തെടുക്കാവുന്നതാണ്. വലിയ നോൺ സ്റ്റിക്ക് പാനിൽ ഇതുപോലെ പേപ്പർ വിരിച്ചു കൊടുത്തിട്ട് ചെറുതയിലിട്ട് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അതിൻ്റെ റെസിപ്പി നമ്മളിതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ബാറ്റർ മുഴുവനായിട്ടും ഈ ട്രേയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കുക. ഒരേപോലെ എല്ലാ ഭാഗത്തേക്കും നിരത്തി കൊടുക്കുക. ഇതേ സമയം തന്നെ നമ്മൾ അവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. 170 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റാണ് ഞാൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത്. കുറഞ്ഞ ടെമ്പറേച്ചറിലാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ കേക്കിൻ്റെ ബാറ്റർ ട്രേയുടെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. 170 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റാണ് ഇവിടെ ബേക്ക് ചെയ്ത് എടുത്തിരിക്കുന്നത്. നിങ്ങൾ നോക്കുക, ചിലപ്പോൾ 170 ഡിഗ്രിയിൽ ചില അവനിൽ 15 മിനിറ്റ് മതിയാകും. അപ്പോൾ 15 മിനിറ്റ് തൊട്ട് നിങ്ങൾ നോക്കുക. ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോൾ ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കുക. ക്ലീനായിട്ട് വരാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫ് ചെയ്യാം. നമ്മളിവിടെ 2 കോയിലും ഹീറ്റാക്കിയിട്ടുള്ള ഓപ്ഷനിലാണ് ഇത് ബേക്ക് ചെയ്ത് എടുത്തിരിക്കുന്നത്. 20 മിനിറ്റാണ് ബേക്ക് ചെയ്യാൻ എടുത്തിരിക്കുന്ന സമയം. അപ്പോൾ അത് ബേക്കായിട്ട് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട്.
അപ്പം ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റായിട്ട് വന്നു. നമ്മൾ കേക്ക് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അതേസമയം നമ്മളൊരു ബേക്കിംഗ് പേപ്പർ എടുക്കുക. നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കിച്ചൺ ടവൽ എടുത്താലും മതി. അപ്പോൾ ബേക്കിംഗ് പേപ്പറിലേക്ക് നമ്മൾ കുറച്ച് പൊടിച്ച പഞ്ചസാര ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ ഇതിൽ വെച്ചിട്ട് കേക്ക് ഇനി റോൾ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ റോൾ ചെയ്യുമ്പോൾ ഇതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പഞ്ചസാര ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. പഞ്ചസാര ഡസ്റ്റ് ചെയ്യാനില്ലെങ്കിൽ പകരം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഇത് ഡസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കേക്ക് പേപ്പറൊക്കെ മാറ്റിയിട്ട് വെച്ച് കൊടുക്കാം. കേക്കിൻ്റെ താഴ്ഭാഗം അകത്ത് വരുന്ന രീതിയിലാണ് നമ്മൾ ഇത് റോൾ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ പുറത്ത് നല്ലൊരു ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിരിക്കുന്ന കേക്കാണ്. അപ്പോൾ ഈ പേപ്പർ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്കിത് റോൾ ചെയ്തെടുക്കാം. ഈ കേക്കിൻ്റെ അകത്തും നമ്മളിനി കുറച്ച് പഞ്ചസാര ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മളിത് റോൾ ചെയ്തെടുക്കുമ്പോൾ ആ പേപ്പർ കേക്കിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഈ കേക്കും പേപ്പറും കൂടെ ഒരുമിച്ച് വെച്ചിട്ടാണ് ഇതുപോലെ റോൾ ചെയ്യേണ്ടത്. കാരണം കേക്കിൻ്റെ ഉള്ളിൽ പേപ്പറും കൂടെ വരുന്ന രീതിയിൽ റോൾ ചെയ്തെടുക്കണം. കാരണം അപ്പോൾ നന്നായിട്ട് റോൾ ചെയ്തിട്ടുണ്ട്. ഇതിനി 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രീസറിലാണ് വെച്ചത്. അപ്പോൾ കേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് നിവർത്തിയെടുക്കാം. അപ്പോൾ നിവർത്തിയെടുത്തതിന് ശേഷമാണ് നമുക്കിതിൽ ഇഷ്ടമുള്ള ഫ്രോസ്റ്റിങ് നമുക്ക് ചെയ്തെടുക്കാമെന്നാണ്. അപ്പം ഫ്രോസ്റ്റിങ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാമെന്നാണ്. അപ്പം നമ്മളിവിടെ വിപ്ഡ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ഫ്രൂട്ട് ജാം ഒക്കെ എടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ജാമും വിപ്ഡ് ക്രീമും കൂടെ കമ്പൈൻ ചെയ്തും എടുക്കാവുന്നതാണ്. ആദ്യം ജാം പുരട്ടിയതിന് ശേഷം ഇതുപോലെ വിപ്ഡ് ക്രീം എടുക്കാം. എൻ്റെ കയ്യിൽ ഇവിടെ കുറച്ചധികം വിപ്ഡ് ക്രീം ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനതാണ് എടുത്തിരിക്കുന്നത്. വിപ്ഡ് ക്രീം നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിനുള്ളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സോ നട്ട്സോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടാവുന്നതാണ്. അപ്പോൾ എല്ലാ വിപ്ഡ് ക്രീമും നമ്മൾ കേക്കിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് റോൾ ചെയ്തെടുക്കാം. ഇനി റോൾ ചെയ്തെടുക്കുന്നത് ആദ്യം നമ്മൾ റോൾ ചെയ്ത പോലെയല്ല. ഇനി നമ്മൾ കേക്ക് മാത്രമാണ് റോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കേക്ക് മുഴുവനായിട്ട് റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മൊത്തത്തിൽ ഈ ബട്ടർ പേപ്പർ വെച്ചിട്ട് കേക്ക് ഒന്ന് കവർ ചെയ്തെടുക്കുക. റോൾ ചെയ്ത കേക്കിനെ കവർ ചെയ്തെടുക്കുക. 2 പ്രാവശ്യം നമ്മൾ റോൾ ചെയ്യുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. ആദ്യം നമ്മൾ ബട്ടർ പേപ്പർ കൂടെ വെച്ചിട്ടാണ് റോൾ ചെയ്തത്. പക്ഷേ രണ്ടാമത് റോൾ ചെയ്യുമ്പോൾ കേക്ക് ആദ്യം റോൾ ചെയ്തിട്ട് പിന്നെ ബട്ടർ പേപ്പർ വെച്ചിട്ട് പൊതിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് വീണ്ടും 1 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വെക്കുക. പെട്ടെന്ന് തണുക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീസറിലേക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ബാക്കി ഡെക്കറേഷനും കൂടെ ചെയ്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ ഇതൊന്ന് തണുക്കാനായിട്ട് വെച്ചിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഈ പേപ്പർ മാറ്റിയതിന് ശേഷം നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഡെക്കറേറ്റ് ഒന്നും ചെയ്താലും കുഴപ്പമില്ല, ഇങ്ങനെ തന്നെ കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടെ ഷുഗർ നമ്മളിതിൻ്റെ മുകളിലായിട്ടൊന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമുക്കൊരു പീസ് ഒന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ പഞ്ഞി പോലുള്ള ഒരു കേക്കാണ്. അപ്പോൾ നമുക്കിനി ഇതിന് മുകളിലായിട്ട് ഒന്നുകൂടെ ഒന്ന് ഡെക്കറേഷനൊക്കെ ചെയ്യാം. നമ്മൾ കുറച്ച് സ്ട്രോബെറിയുടെ തൈകൾ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ സ്ട്രോബെറി പിടിച്ചിട്ട് നന്നായിട്ട് പഴുത്ത് വന്നിട്ടുണ്ട്. ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറിയും കൂടെ വെച്ചിട്ടാണ് നമ്മളിത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെ നമ്മുടെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊന്നും ചേർക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വാനില സ്വിസ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാൽക്കണിയിൽ വെച്ചിരുന്ന സ്ട്രോബെറി ഒക്കെ പിടിച്ച് നന്നായിട്ട് പഴുത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രോബെറി വെച്ചിട്ടാണ് നമ്മളിത് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാതെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കൂടുതൽ വെറൈറ്റി ഓഫ് സ്വിസ് റോള് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചോക്ലേറ്റും അതുപോലെ തന്നെ പല വെറൈറ്റി വരും വീഡിയോസിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്